പ്രിയരെ, ദൈവശബ്ദത്തിന് മാറ്റുവാൻ കഴിയാത്തതോ പുനഃക്രമീകരിക്കുവാൻ കഴിയാത്തതോ സൃഷ്ടിക്കുവാൻ കഴിയാത്തതോ ആയ ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല. സകലവും ഉളവായി വന്നത്, സകലവും സൃഷ്ടിക്കപ്പെട്ടത് ദൈവശബ്ദത്താലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഏത് ജീവിത സാഹചര്യത്തെയും ദൈവശബ്ദത്തിന് മാറ്റിമറിക്കുവാൻ കഴിയും. ദൈവിക വാക്കുകൾക്ക് അനുസരണയോടുകൂടി സഞ്ചരിക്കുക, വിശ്വാസത്തോടുകൂടി ചുവടുവയ്പ്പുകൾ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഹല്ലേലൂയ. എലീശ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അരാം രാജാവായിരുന്ന ബെൻഹദദ് തന്റെ സൈന്യവുമായി കടന്നു വന്ന് ശമരിയ പട്ടണത്തെ ചുറ്റിവളയുന്നു. ശമരിയ പട്ടണം ഒരു മഹാക്ഷാമത്തെ നേരിടുന്നു. ഇസ്രായേൽ ജനത്തിന് ഭക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണ വസ്തുക്കളിൽ ഒന്നാണ് കഴുതയുടെ മാംസം. അതുപോലും ഭക്ഷിക്കത്തക്ക വിധത്തിൽ ശമരിയിലെ ജനത്തിന്റെ അവസ്ഥ ഏറ്റവും മോശകരമായി തീരുന്നു. മാത്രമല്ല, ഹല്ലേലൂയ, അവിടുത്തെ സ്ത്രീകൾ സ്വന്തം കുഞ്ഞുങ്ങളെ അന്യോന്യം പങ്കിട്ട് വേവിച്ച് തിന്നത്തക്ക നിലവാരത്തിലേക്ക് എത്തിയതായി വിശുദ്ധ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിലൊരു അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ശമരിയിലെ ജനത്തെ നോക്കി, ശമരിയുടെ അവസ്ഥയെ നോക്കി എലീശ പ്രവാചകൻ ഇസ്രായേൽ രാജാവിനോട് ഇപ്രകാരം പ്രവചിക്കുകയാണ്: നാളെ ഈ സമയത്ത് ശമരിയുടെ പടിവാതിൽക്കൽ 1 ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കപ്പെടും. ആരാലും വിശ്വസിക്കുവാൻ പ്രയാസമുള്ള ഒരു ദൈവശബ്ദം. എന്നാൽ ദൈവത്തിന് മാറ്റുവാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ ഹല്ലേലൂയ, മാനുഷിക ബുദ്ധിയിൽ അവിശ്വസനീയമായതുകൊണ്ട് ഹല്ലേലൂയ അകമ്പടി നായകൻ ഇപ്രകാരം അതിനോട് പ്രതികരിച്ചു: ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാലും ഇത് സംഭവിക്കുവാൻ പോകുന്നില്ല. പ്രവചിച്ച പ്രവാചകന് പോലും അറിയത്തില്ല ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. എന്നാൽ ഹല്ലേലൂയ, പ്രവചന ശബ്ദത്തെ നിവർത്തീകരിക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് അന്ന് ആ പട്ടണത്തിനകത്തേക്ക് സ്വർഗീയ സൈന്യം ഇറങ്ങി വരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ കുതിരക്കുളമ്പടികളും ഹല്ലേലൂയ രഥത്തിന്റെ ഒച്ചകളും ആരവാരവങ്ങളും കേട്ട് അരാം സൈന്യം തങ്ങളുടെ സകല വസ്തുക്കളും ഇട്ടെറിഞ്ഞുകൊണ്ട് പട്ടണം വിട്ടോടി പോകുന്നു. പ്രവചന ശബ്ദം പോലെ പിറ്റേ ദിവസം ശമരിയിൽ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കപ്പെടുന്നു. എന്നാൽ അവിശ്വാസത്തോടെ ദൈവശബ്ദത്തെ സ്വീകരിച്ച അകമ്പടി നായകൻ ശമരിയുടെ പടിവാതിൽക്കൽ വെച്ച് ദൈവിക നന്മയെ ആസ്വദിക്കുവാൻ കഴിയാതെ കൊല്ലപ്പെടുന്നു. പ്രിയരെ, പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ കരങ്ങൾക്കുള്ളിൽ ഹല്ലേലൂയ എത്തിച്ചേരാത്തതിന്റെ കാരണം ദൈവശബ്ദം കേട്ടിട്ടും അവിശ്വാസത്തോടെ അതിന് മുൻപിൽ സഞ്ചരിക്കുന്നവരായിട്ടാണ്. ദൈവശബ്ദത്തിന് മുമ്പിൽ അനുസരണയുള്ളവരായി ആ വിശ്വാസത്തോടെ ചുവടുവയ്പ്പുകൾ നടത്തുമ്പോൾ ദൈവപ്രവർത്തികൾ നമ്മുടെ കണ്ണാൽ കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനം ഹല്ലേലൂയ വാഗ്ദത്ത ദേശത്തിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് ഹല്ലേലൂയ ദൈവപ്രവർത്തിയെ അവിശ്വാസത്തോടെ കാണുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ഒരു ജനറേഷൻ മുഴുവൻ അവിടെ പട്ടുപോയി. പക്ഷേ എന്നാൽ വിശ്വാസത്തോടെ ദൈവശബ്ദത്തെ നേരിട്ട യോശുവയും കാലേബും വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിക്കുവാനിടയായി തീർന്നു. ദൈവപ്രവർത്തി നമ്മുടെ കണ്ണാൽ കാണത്തക്ക രീതിയിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന് ഏത് സാഹചര്യത്തെയും മാറ്റാൻ കഴിയുമെന്നും ഏത് ഹല്ലേലൂയ നിർജീവാവസ്ഥകളെയും ജീവിപ്പിക്കുവാൻ കഴിയുമെന്നും നാം വിശ്വസിക്കുക. കർത്താവ് പ്രവർത്തിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ ഹല്ലേലൂയ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ഇനി അതിന് യാതൊരു സാധ്യതയുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക, ചുവടുവയ്പ്പുകൾ നടത്തുക. കർത്താവ് പ്രവർത്തിക്കും. നിശ്ചയമായി ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കണ്ണാൽ കാണുവാനിടയായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.